ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നരേന്ദ്രമോദിയുടെ 3.0 സർക്കാരിനെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഡൽഹിയിലൂടെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കൈപിടിച്ച് നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് റഷ്യയിൽ നടന്ന ഈ സംഭവവും. റഷ്യൻ ശതകോടീശ്വരൻ ഹെലികോപ്റ്ററിൽ നിന്നിറക്കി തന്റെ കാമുകിയെ നടത്തിച്ചത് നോട്ടുകെട്ടുകൾക്ക് മുകളിലൂടെ. വ്യാപക വിമർശനമാണ് ഈ റഷ്യൻ കോടീശ്വരൻ പങ്കുവച്ച വീഡിയോയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇവിടെയും ഇന്ത്യയിൽ, ഡൽഹിയിൽ കാര്യങ്ങളൊന്നും ഒട്ടും വ്യത്യസ്തമല്ല. ജനാധിപത്യത്തിന്റെ മുകളിലൂടെയാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒപ്പം എൻഡിഎയിലെ ഘടക കക്ഷികളെയുമൊക്കെ രണ്ടു കൈ നീട്ടി വലിച്ചിഴച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിലേക്ക്, കേന്ദ്ര സർക്കാരിലേക്ക് നടന്നു കയറിയത്. മിസ്റ്റർ താങ്ക് യു എന്നറിയപ്പെടുന്ന റഷ്യൻ സംരംഭകൻ സെർജി കൊസെങ്കയാണ് ഇത്തരമൊരു വീഡിയോ റഷ്യയിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. അത് കണ്ടപ്പോൾ അറിയാതെ നരേന്ദ്രമോദി സർക്കാരിനെ ഓർത്തുപോയി എന്നേ ഉള്ളൂ. ഇനി സംഭവത്തിലേക്ക് കടക്കാം. പണത്തിന്റെ പരവതാനി വീരിച്ച് ഇയാൾ തന്റെ കാമുകിയെ അതിന് മുകളിലൂടെ നടത്തിക്കുന്നതാണ് വീഡിയോ. കൊസങ്കയുടെ കാമുകി പണത്തിന്റെ കൂമ്പാരത്തിലേക്ക് ഇറങ്ങുന്നതും കയ്യിൽ പിടിച്ച് അതിന്റെ മുകളിലൂടെ നടക്കുന്നതുമൊക്കെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലുണ്ട്. ഗായകൻ, സംരംഭകൻ, മനുഷ്യസ്നേഹി ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്ന സെർജി കൊസങ്കോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 50 ദശലക്ഷത്തോളം അനുയായികളുമുണ്ട്. സൃഷ്ടാവെന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. മറ്റാരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. ഈ ദൃശ്യം കണ്ടവരാകട്ടെ പണത്തിന് മുകളിലൂടെ നടക്കുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. ചിലർ വൃത്തികെട്ട പ്രദർശനം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. നിങ്ങൾ സമ്പന്നനായിരിക്കാം, പക്ഷേ ഇതുപോലെ പണം ചെലവഴിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ചിലർ കമന്റായി നൽകിയത്. അതുതന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നതും. ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡൽഹി വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു. എന്തിന്? തിരുവനന്തപുരം എം പി ശശി തരൂരിന്റെ വസതിക്കകത്ത് വരെ വെള്ളം കയറിയിരിക്കുന്നു. പ്രഗതിയിലെ അണ്ടർ ടണലിൽ മൊത്തം വെള്ളത്തിൽ മുങ്ങി. ഡൽഹി വെള്ളപ്പൊക്കത്തിലായി. ഡൽഹി മുഖ്യമന്ത്രി, ഡൽഹിയുടെ ഭരണം നിർവഹിക്കേണ്ട മുഖ്യമന്ത്രി പിടിച്ച് മാസങ്ങളായി ജയിലിലിട്ടിരിക്കുന്നു മോദി സർക്കാർ. അതുമാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ യാത്ര ചെയ്യുന്ന ഡൽഹി ഇപ്പോൾ ഇതാ അശാസ്ത്രീയമായ ഭരണ സംവിധാനങ്ങൾ കാരണം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾക്കും ഡൽഹിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾക്കും ഒട്ടും വ്യത്യാസമില്ല. റഷ്യയിൽ കൂട്ടിയിട്ട നോട്ടുകുമ്പാരത്തിന് മുകളിലൂടെയാണ് കാമുകൻ തൻ്റെ കാമുകിയെ, ശതകോടീശ്വരൻ തൻ്റെ കാമുകിയെ കൈപിടിച്ച് നടത്തിച്ചതെങ്കിൽ ഇവിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരും സാധാ ജനത്തെ കൈപിടിച്ച് നടത്തിക്കുന്നത് ചെളിക്കെട്ടിന് മുകളിലൂടെയാണ് എന്ന് മാത്രം.